Hello YouTube. അപ്പോൾ നമ്മളുടെ അടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 411 എന്ന് പറഞ്ഞ വണ്ടിയാണുള്ളത്. അതായത് ഹിമാലയൻ്റെ ഒരു അനിയനായിട്ട് വരും. ഈ വണ്ടി തന്നത് നമ്മളെ കാലിക്കറ്റ് ഫ്രാൻസിസ് റോഡിലുള്ള ബ്ലൂ മൗണ്ടൻ ടീംസാണ്. വണ്ടി ആക്ച്വലി പ്രിറ്റി ഗുഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വെട്ടി തിളങ്ങുന്നുണ്ട് എന്നൊക്കെ. നമ്മൾ ഹിമാലയൻ്റെ കുറേ സാധനം ഇതിൻ്റെ അകത്തില്ല. ഇവിടെ വരുന്ന ജെറിക്കാൻ ഹോൾഡറില്ല, വിൻഷീൽഡില്ല, പിന്നെ ഇവിടെ വരുന്ന ആ ഒരു ബീക്കണില്ല, പിന്നെ ബാക്കിൽ ലഗേജ് കാരിയർ ഒഴിവായിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഷോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു മാറ്റമുള്ളൂ ഇവിടെ വരുന്നത്. പക്ഷേ മൊത്തത്തിൽ വൃത്തികേടായിട്ടില്ല. പിന്നെ മെയിനായിട്ട് പറയാൻ പറഞ്ഞു ഇത് ഈ ഒരു സാധനം. ഇത് ആക്ച്വലി വളരെ നല്ലൊരു ടച്ച് സ്ക്രാംബ്ലറിന് വരുന്നത്. ഈ കവർ അടിപൊളിയാണ്. ഇവിടെ ഒരു റോയൽ എൻഫീൽഡ് ചിഹ്നം ഉണ്ടായിരുന്നു, അതിവിടെ പോയി എന്നാണ് ഞാൻ നോക്കണത്. എനിവേ, സോ വണ്ടി വരുന്നത് 411cc ബേസിക് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ്. ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. മൈ ബാഡ്. 5 സ്പീഡ് 24.3 bhp at 6500 rpm and 32 Nm torque at 4000 rpm. സോ പ്രിറ്റി മച്ച് സെയിം ആണ് എൻജിൻ. ഇനിയും ആക്ച്വലി ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും അധികം തോന്നിയിട്ടില്ല. നോർമലി ആ ഒരു റേഞ്ച് ഓടിക്കുമ്പം ലൈക്ക് ഹിമാലയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയം എനിക്ക് കുറച്ചും കൂടെ ഹീറ്റ് തോന്നിയിരുന്നു. ഇതെനിക്കത് തോന്നിയിട്ടില്ല. ഇനി അറിയില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അടിക്കുക. സോ വണ്ടീൻ്റെ വെയിറ്റ് വരുമ്പോൾ 185 kg വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ശ്മശാനത്തിലാണ് നിൽക്കണം. ശ്മശാനത്തിൻ്റെ പുറത്താണ്. നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, എനിവേ 185 kg ആണ്. അത് നമുക്ക് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ അതറിയാം. ലൈക്ക് എന്താ പറയുക, വളരെ ആരൊക്കെ വന്ന് നിർത്തുന്നുണ്ട് പറച്ചോനെ. വളരെ വെയ്റ്റ്ലെസ് ആണ് വണ്ടി ഓടിക്കുമ്പോൾ. നമുക്ക് സ്മൂത്തായിട്ട് എന്താ പറയുക, സിറ്റിയിലൂടെയൊക്കെ നമുക്ക് മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാം. ലൈക്ക് ഹിമാലയം കൊണ്ടുപോകുന്ന ടൈം കുറച്ച് ഹാർഡാണ്, നമ്മളൊന്ന് നോക്കണം. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ 15 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റി, 795 mm സീറ്റ് ഹൈറ്റ്, രണ്ടും ABS ആണ് വരുന്നത്. നോൺ സ്വിച്ചബിൾ ആണ്. പിന്നെ 19 inch 100cc ഫ്രണ്ട് വീലും വരുന്നുണ്ട്. ബാക്കിൽ സെയിം 120/17. രണ്ടും ഡുവൽ പർപ്പസ് ടയേഴ്സാണ്. ലൈക്ക് ഗ്രിപ്പ് ആവശ്യത്തിനുണ്ട്. ഏതിൻ്റെയാണെന്ന് വെച്ചാൽ സിയറ്റിൻ്റെയാണ് രണ്ടും വരുന്നത്. ഓക്കെ, പിന്നെ ലൈറ്റ്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഹാലോജനാണ്. ഇൻഡിക്കേറ്റേഴ്സ് സെയിം ആസ് ഹിമാലയൻ വേൾബാണ് വരുന്നത്. പിന്നെ ടെയിൽ ലൈറ്റ് LED വരുന്നത്. ആക്ച്വലി ഹാലോജൻ പ്രിറ്റി ഗുഡ്, ബെറ്റർ ദാൻ LEDs. കാരണം ഇപ്പോൾ റോഡിലൊക്കെ സിറ്റി റോഡ്സിലൊക്കെ ആണെങ്കിൽ എല്ലാവരും IBM അടിച്ച് കണ്ണിൻ്റെ ഫിലമെൻ്റ് അടിച്ചോണം പരിപാടിയാണ്. പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത്, സസ്പെൻഷൻ 190 mm ട്രാവൽ, അതായത് 10 mm ലെസ്സർ ദാൻ ഹിമാലയൻ. പക്ഷേ അതിൻ്റെ ഒരു കുറവുകളൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു ഫ്രണ്ടത്തെ വെയിറ്റ് അങ്ങ് ഒഴിവായപ്പം അത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷനൊക്കെ 2-3 ചെറിയ കുഴിക്കൂടെയൊക്കെ അടിച്ചപ്പം വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല എനിക്ക്. പിന്നെ സീറ്റ് പറയാൻ പറഞ്ഞു. സീറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ സീറ്റാണ് വരുന്നത്. അതൊരു സ്ക്രാംബ്ലർ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. നമ്മളെ കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിമാലയൻ്റെ സെയിം ആണോന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. ബട്ട് സെയിം ജെല്ലി കുഷൻ തന്നെയാണ് തോന്നുന്നു. ലൈക്ക് ആ സെയിം സീറ്റ് തന്നെയാണ് തോന്നുന്നു. 7 കളേഴ്സാണ് വരുന്നത്. ഗ്രേഡിയൻ റെഡ്, ഗ്രേഡിയൻ യെല്ലോ, ഗ്രേഡിയൻ ബ്ലൂ. അതിന് റേറ്റ് വരുന്നത് 2.3 lakhs അടുത്താണ് വരുന്നത്. പിന്നെ ബ്ലേസിംഗ് ബ്ലാക്ക് സ്കൈലൈൻ ബ്ലൂ, അതിന് വരുന്നത് 2.5 lakhs ആണ്. വൈറ്റ് ഫ്ലെയിം ആൻഡ് സിൽവർ സ്പിരിറ്റ്, വല്ലാത്ത പേരാണല്ലോ അല്ലേ. 2.8 lakhs ആണ് അതിന് വരുന്നത്. സോ കളർ മാറ്റേഴ്സ് എന്നൊക്കെ പറയാമല്ലോ. ഇത് സിൽവർ സ്പിരിറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ടെക്സ്റ്റ് കൊടുക്കാം അഥവാ തെറ്റാണെങ്കിൽ. കിക്കറില്ല, സെൽഫ് സ്റ്റാർട്ട് മാത്രം. ഇതാണ് ലൈക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബട്ടൺ വരുന്നത്, മോഡ് ബട്ടണായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് എടുക്കാം. അപ്പം ആദ്യം നമുക്ക് കാണുന്നത് ഒരു ആനലോഗ് സ്പീഡോമീറ്ററാണ്. പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. എവിടെ പോയി നമ്മളെ മോഡ് ബട്ടൺ? ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ട്രിപ്പ് ഓഡോമീറ്റർ ഉണ്ട്. ട്രിപ്പ് A, ട്രിപ്പ് B, അത്ര തന്നെ. പിന്നെ ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ന്യൂട്രൽ, പിന്നെ ലോ ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇവിടെ എന്തിനാ കൊടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് മതിയായിരുന്നു. എനിവേ, സംഭവം ഒരു ക്യൂട്ട് ലിറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പിന്നെ ഇവിടെ നമുക്ക് നാവിഗേഷൻ്റെ സംഭവം ഓപ്ഷനിലാണ്. ബൈ ദ വേ സെൻട്രൽ സ്റ്റാൻഡും ഓപ്ഷനിലാണ്. സെൻട്രൽ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം. ഇത് അടിപൊളിയാണ്. പിന്നെ നമ്മളെ ഹാൻഡിൽ ബാസിൽ വരുന്നത് കിൽ സ്വിച്ച്, ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. വെയിറ്റ് മ്യൂസി ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ലോ ബീം, ഹൈ ബീം, പാസ്, ഹോൺ. ഹോൺ ഇസ് പ്രിറ്റി ഗുഡ് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഓടിച്ച് സംസാരിക്കാം. So yeah, this is the bike.
അല്പം മ്യൂസിക് കേൾക്കാം. 1 സെക്കൻഡ്. ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ വളരെ ഫ്രീലി ആയിട്ടാണ് വണ്ടി ഫുൾ ചെയ്യുന്നത്. കാരണം മാക്സിമം വെയിറ്റ് ഒഴിഞ്ഞത് വണ്ടിയുടെ ലൈക്ക് ആ ഒരു കമ്പി, ആ ഒരു മെറ്റൽസ് അങ്ങ് പോയത് ആ ഒരു മെറ്റൽസ് പോയത് വളരെ അധികം നമുക്ക് അറിയാനുണ്ട്. കാരണം അമ്മാതിരി ലൈറ്റ് ആയിട്ടുണ്ട് വണ്ടി. പിന്നെ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഹിമാലയനെ വെച്ച് നോക്കുമ്പം മുമ്പത്തെ ഒരുപാട് വെയിറ്റാണ് അവർ ഒഴിവാക്കിയത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു. ലൈക്ക് ഹിമാലയൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറയാം, സ്ക്രാമ്പർ എടുത്തു, എന്നിട്ടൊരു വിൻഷീൽഡ് കണക്ക് വെച്ചാൽ മതി. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട് വണ്ടി. പിന്നെ രണ്ട് വൈവാണ്. മറ്റേത് വണ്ടി ഒരു മൗണ്ടനാണ്. ഇതെന്ന് പറയാൻ ചെത്തി അടിപൊളിയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ വണ്ടി. നാട്ടുകാർ മൊത്തം നോക്കുന്നുണ്ട്. ഈ ഒരു കളർ പ്രത്യേകിച്ച് ഇതും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 കളേഴ്സ് ആക്ച്വലി വളരെ അടിപൊളിയാണ്, വളരെ ഐ ക്യാച്ചിയാണ്. ഇയാളെന്താ പോവാത്തേന്നാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് ഒരു തംബ്നെയിൽ അങ്ങ് എടുക്കാം. അവിടെ നിന്ന് അങ്ങ് തംബ്നെയിൽ എടുക്കാം. എന്താ പറയുന്നു? സോ ഇതാണ് നമ്മളെ റൈഡർ വ്യൂ പോയിന്റ്. ഇവിടെയുള്ള ഗ്രില്ല് പോയപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറി. പിന്നെ ആർക്കെങ്കിലും ഏതാ വണ്ടി ഓടിക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ ഇതേ ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് സ്ക്രാം 11. പിന്നെ ഈ വണ്ടി ടൂറിങ്ങിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമല്ല. എന്നാലും അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഓഫ് കോഴ്സ് ദിസ് ഈസ് സോ സൂപ്പർ കംഫർട്ടബിൾ. കംഫർട്ട് എന്ന് വെച്ചാൽ പ്രോപ്പർ ഹിമാലയൻ കംഫർട്ട്. പക്ഷെ കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഒരു ഓടിക്കാനൊരു പഞ്ചുള്ള പോലെ എനിക്ക് തോന്നി. ജംഗ്ഷനിലൊക്കെ നമ്മൾ മര്യാദയ്ക്ക് പോകണം കേട്ടോ. ഹാൻഡിൽ ബാർ കംഫിയാണ്, അപ്രൈറ്റ് പൊസിഷനാണ്. ഒരു ഇച്ചിരി മുന്നോട്ട് ലീൻ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഇനി എൻ്റെ തോന്നലാണോയെന്ന് എനിക്കറിയില്ല. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയണ്ടാവോ, സീറ്റ് ആൻഡ് സസ്പെൻഷൻ വർക്ക്സ് ടുഗെദർ. സസ്പെൻഷൻ ഗട്ടർ നോക്കിക്കോളും, സീറ്റ് നമ്മൾ ഇടുമ്പോൾ നോക്കിക്കോളും. അത്ര അടിപൊളിയായിട്ടത്. നമുക്ക് മര്യാദയ്ക്ക് ഓടിക്കണമെങ്കിൽ ഇതേ ഇതുപോലെ മര്യാദയ്ക്ക് ഓടിക്കാം. ഇനി പൊട്ടിക്കണോ? അതെ, അങ്ങനെ പൊട്ടിക്കാം.
നമുക്ക് 8 കറക്റ്റ് കംഫർട്ടായിട്ട് പോകട്ടോ. ഈ ഒരു സ്പീഡ് വളരെ കംഫർട്ടാണ്. അധികം വൈബ്രേഷൻസ് ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ തോണിയിൽ ഇങ്ങനെ ആടി പാടി പോണ പോലെ ഫീല്. അത്ര കംഫർട്ടാണ് അതിലിപ്പോൾ പോകുമ്പോൾ. That is the level of performance. വണ്ടീൻ്റെ ഹാൻഡിലമ്മ സ്റ്റേബിളാണ് എൻ്റെ മോനെ. വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പൊളി, സൗണ്ട്, പവർ, ലുക്സ്, വേറെ എന്താ വേണ്ടേ? കംഫർട്ട്, കംഫർട്ട് പോരെ. എല്ലാം ഒതുങ്ങിയ ഒരു പ്രോപ്പർ സ്ക്രാംബ്ലർ. റോയൽ എൻഫീൽഡ് ആക്ച്വലി ഡിസൈനിങ്ങിൽ അടിപൊളി കേട്ടോ. ഇപ്പോൾ താങ്ക്സ് ടു ദ ബ്ലൂ മൗണ്ടൻ ടീംസ് for giving me the bike. That was so good. Okay.